ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്കിന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങൾക്ക് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് അവേക്കണിംഗ് ആണ്. അപ്പോൾ ഇതൊരു ഹാങ്ഡ് മാൻ്റെ എനർജിയാണ്. ശരിക്കും വേറൊരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് ജീവിതത്തെയും മറ്റുള്ളവരെയും ഒക്കെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ ചിന്തിച്ചതുപോലെ അല്ലായിരിക്കാം ഈ ഒരു സമയം മറ്റുള്ള ആൾക്കാർ നിങ്ങളോട് പെരുമാറുന്നത്. ചിലപ്പോൾ ചില വ്യക്തികൾ ഇങ്ങനെ പെരുമാറുകയുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തി ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചുറപ്പിച്ച് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പെരുമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു അറ്റംപ്റ്റ് നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ, കാരണം പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തി ഇങ്ങനെയൊന്ന് മാറിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആ ഒരു സെയിം ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പോലെ അത്തരം ചില വ്യക്തികളിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പെരുമാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ യുണീക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് മാത്രമേ ചില കാര്യങ്ങൾ ക്ഷമിക്കാനും സഹിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾക്കത് പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ എല്ലായ്പ്പോഴും അത് പറ്റണമെന്നില്ല. അപ്പോൾ ഈ ഒരു സമയം പുറത്ത് എന്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും, അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, മറ്റുള്ളവർ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഈ ഒരു സമയം ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും വേറൊരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെയും മറ്റുള്ളവരെയും ഒക്കെ ഈ ഒരു സമയം കാണാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഘോഷിക്കാൻ തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ന്യൂസ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതൊരു വിവാഹമാകാം, അല്ലെങ്കിൽ ഒരു ജോബ് ഓഫറാകാം, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഏറ്റവും ഇൻറ്റിമേറ്റായിട്ട് കരുതുന്ന ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും സന്തോഷം വരുന്നതിൻ്റെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാവാം. അത്തരത്തിലൊരു സെലിബ്രേഷൻ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ സമയം തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും ഒരു ഫങ്ഷനിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിനൊക്കെ പോകാനുള്ള ഒരു
സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ഈ സമയം ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എത്ര സന്തോഷം വന്നാലും ആ സന്തോഷത്തിൻ്റെ പിന്നിൽ എന്താണ് എന്ന് മനസ്സിലാക്കുക. ആ സന്തോഷം തന്ന ആ ഒരു കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എപ്പോഴും പറയേണ്ടതാണ് എന്നുള്ളതാണ്. ഈ ഒരു സമയം ശരിക്കും നിങ്ങൾക്ക് ഫാമിലിയോടൊരു അടുപ്പമൊക്കെ തോന്നുമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ഇവിടെ മാറ്റം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം, അത് ഒരുപക്ഷെ റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ആകാം. അപ്പോൾ അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി ഒരു തീരുമാനമെടുക്കുന്ന എനർജി ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തിലിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു എനർജിയാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങുന്നതോ ഒക്കെ ആവാം. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ആ ഒരു കാര്യത്തിനുള്ള ഫലം പൈസയായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു വരുമാനം കാത്തിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളിലേക്ക് അതിൻ്റെ ആ ഒരു ഫലം എത്തുന്നു എന്നുള്ളതാണ്. അത് പണമായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സൗഹൃദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ നിങ്ങളെ സഹായിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ളവരെ നിങ്ങളെ ആദരിക്കാനും നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാനും അവരുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് പറയാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാമെന്ന് മറ്റുള്ളവർക്ക് ഒരു തോന്നൽ ഈ സമയം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു സുഹൃത്ത് ചിലപ്പോൾ നിങ്ങളോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ഒരുപക്ഷെ ഷെയർ ചെയ്യുമായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ചില ആൾക്കാർ ഇതുവരെയും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതിരുന്ന ആ ഒരു സ്നേഹം ഈ ഒരു സമയം നിങ്ങളോട് പറയുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മറ്റു പലർക്കും നിങ്ങളോട് ഒരു സ്നേഹമൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കണ്ട് അതിൻ്റെ ഒരു ടെൻഷനിലിരിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. ചിലപ്പോൾ ഇന്നലെ രാത്രിയിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവായിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ നെഗറ്റീവായിട്ടുള്ള സ്വപ്നം കാണുന്നതെല്ലാം ഫലിക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് സ്വപ്നമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ടെൻഷനാക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചു കൂട്ടി ഉറക്കമില്ലാതെ വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ചില വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ നിന്നും പുറത്ത് കടക്കുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നിങ്ങളെ വിഷമിപ്പിച്ച ഏതോ ഒരു കാര്യത്തിൻ്റെ എൻഡിങ് ആണ് ഈ സമയം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ സാധിക്കുമായിരിക്കാം. അപ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ച ഏതോ ഒരു കാര്യത്തിൻ്റെ എൻഡിങ് ആണ് ഇത്. ചിലപ്പോൾ ഒരു കോടതിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമാകാം. ഒരു ഡിവോഴ്സ് പോലുള്ളൊരു കേസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അത് എൻഡാകുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഇതൊരു പെയിൻഫുൾ എൻഡിങ് ആണ്. കുറേ കാലം കൊണ്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു കാര്യത്തിലുള്ള ഒരു എൻഡിങ് ആണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിനി പുതിയ കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ളൊരു ലൈഫ് സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആയിക്കഴിഞ്ഞു. നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ചില ആൾക്കാർക്കൊരു അഡിക്ഷനിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരു പക്ഷേ അതൊരു റിലേഷൻഷിപ്പ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രിങ്കിങ് പോലുള്ള എന്തെങ്കിലും ഒരു അഡിക്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻഡാക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ അതിനു വേണ്ടി അതെൻഡാക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ശാന്തമായ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു 9 ഓഫ് സോഡ്സിൻ്റെ ആ ഒരു എനർജിയിൽ നിന്നും ഇറങ്ങി നിങ്ങൾക്ക് ശാന്തമായിട്ടുള്ളൊരു സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഒരു ഉപദേശം സ്വീകരിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ അവർക്ക് ഒരുപക്ഷെ നിങ്ങളെപ്പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങളൊരു പാർഷ്യാലിറ്റിയും ഇല്ലാതെ വളരെ സിൻസിയറായിട്ട് ഒരു ഉപദേശം നൽകാൻ പറ്റുന്ന ഒരു ആളാണെന്ന് അവർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ആളുകൾ നിങ്ങളോട് ഈ ഒരു സമയം ഉപദേശം ചോദിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടൊരു അഡ്വൈസ് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ വളരെ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. വളരെ ആലോചിച്ച് വളരെ ബുദ്ധിപൂർവം എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടുന്ന തരത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ ഈ ഒരു സമയം എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ ഇമോഷൻസിനൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. നിങ്ങളിവിടെ ഹൃദയത്തിന് വലിയ സ്ഥാനം കൊടുക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ചില തീരുമാനങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരോട് കമാൻഡ് ചെയ്യാനൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ചിലപ്പോൾ വീട്ടിലോ ഓഫീസിലോ അങ്ങനെ എവിടെയാണെങ്കിൽ പോലും നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരെ കേൾക്കുന്ന ഒരു എനർജിയാണ്. വളരെ മെച്യൂർഡായിട്ടുള്ളൊരു എനർജിയാണിത്. അപ്പോൾ മറ്റുള്ളവരെ കമാൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ സെർവ് ചെയ്യാത്ത ആൾക്കാരെ, നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ആളുകളെ, അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരെ, അങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ ഇവിടെ വിട്ടുകളയുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് മറ്റാരോടും അഭിപ്രായമൊന്നും ചോദിക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുകയും വ്യക്തമായ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളുടെ സഹായം തേടി വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ മറ്റുള്ളവർക്കൊരു തുണയാകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ പലരെയും സഹായിക്കും എന്നുള്ളതാണ്. ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഒരുപാട് അബൻഡൻസ് വരുന്ന ഒരു എനർജിയാണ് ഈ ഒരു കിങ് ഓഫ് പെൻറ്റക്കിൾസിൽ കാണുന്നത്. ശരിക്കും വളരെ ഭംഗിയായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക്
ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളൊരു പരാതിയും ഇല്ലാതെ അതെല്ലാം ചെയ്തു തീർക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്കും ഒരുപാട് റെസ്പെക്റ്റ് തോന്നും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വളരെയധികം റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് മൂൺ കാർഡാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ചില വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഇൻഡ്യൂഷനായിട്ട് കിട്ടുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ചില ആൾക്കാർ എല്ലാ കാര്യങ്ങളും പുറത്ത് പറയേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം. കാരണം ഇവിടെ പാസ്റ്റിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പുറത്ത് പറയേണ്ടതില്ല, ചില കാര്യങ്ങൾ രഹസ്യമായി തന്നെ വെക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ പല കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയുന്നത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുന്നുണ്ടാവാം. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ ശേഷം അതിലേക്ക് ഇറങ്ങുമ്പോൾ അത് ചിലപ്പോൾ നടക്കാതെ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അത്തരത്തിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.